നമ്മൾ ചിക്കൻ ഒരു 3/4 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. കാല് കട്ട് ചെയ്യാണ്ട് അങ്ങനെ തന്നെ വരിഞ്ഞിട്ടെടുത്തു കേട്ടോ. അപ്പോൾ ഇത് മാഗ്നേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. പുതിനയില, മല്ലിയില, 2 പച്ചമുളക്, ഒരു 4-5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു നുള്ള് ചെറുനാരങ്ങ നീര്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി, ഒരു ചെറിയ ടീസ്പൂൺ ഉപ്പ്, 1.5 ടീസ്പൂൺ തൈര്. നമ്മുടെ അരപ്പ് റെഡി ആയിട്ട് ചേർത്ത് കൊടുക്കാം. മസാല നന്നായി ചേർത്തിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് അപ്പോൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച നമ്മുടെ ചിക്കൻ ചെറു തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ റെഡി ആവട്ടെ കേട്ടോ. ചിക്കൻ വെന്തതിൻ്റെ മറിച്ചിട്ട് കൊടുക്കാം. ചിക്കനായിട്ടുണ്ട്, കോരിയെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ചില്ലി റെഡിയായി. ചൂടായി വന്നിട്ടുണ്ട്. ജീരകം, ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ആവശ്യമുള്ള ഉപ്പ്. വെള്ളം ചൂടായിട്ട് വെള്ളം തിളച്ചപ്പോൾ കാരി ഇട്ട് കൊടുക്കാം. ചോറ് ഒട്ടി പിടിക്കാതിരിക്കാൻ ഒരു ചെറുനാരങ്ങയുടെ നീര്. ചോറ് 3/4 ഭാഗം വേവായിട്ടുണ്ട്. നമുക്ക് ഊറ്റിയെടുക്കാം. ചട്ടി ചൂടായി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 6 വെളുത്തുള്ളി അരിഞ്ഞത്, 4 പച്ചമുളക്, ഒരു വലിയ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും, ഒരു 50 ഗ്രാം ബീൻസും ചെറുതാക്കി അരിഞ്ഞത്. ഒന്ന് വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്, ഒരു സവാള, 1 ടീസ്പൂൺ ഇഞ്ചി, ഒരു ക്യാപ്സിക്കം. അപ്പോൾ ഒക്കെ ഒരേ നീളത്തിലും ഒരേ വീതിയിലും അരിഞ്ഞിട്ടാണ് ഞാനല്ലാട്ടോ അരിഞ്ഞുണ്ടാക്കിയത്. ഇതൊക്കെ മേടിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞിരണം അങ്ങനെ അരിഞ്ഞിരണം എന്ന് പറയുമ്പോൾ ഇതൊക്കെ അമ്മ അരിഞ്ഞുണ്ടാക്കണതല്ല. എനിക്കിതിലെടുത്തിടുക എന്നുള്ളൊരൊറ്റ പണി മാത്രമേ ഉള്ളൂ. 2 ടീസ്പൂൺ സോയാ സോസ്, 2 ടീസ്പൂണോളം തക്കാളി സോസ്, ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. സാലഡൊന്നും ഇല്ലാത്ത കാരണം കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നോക്കാം. ചിക്കൻ നോക്കി നോക്കാം. ചിക്കൻ നന്നായി പൊളിഞ്ഞ് പോരുന്നുണ്ട് കേട്ടോ. നമ്മൾ 2 മണിക്കൂർ മസാലയൊക്കെ പരട്ടിയിട്ട് വെച്ചതാണ്. ചിക്കൻ്റെ ഒരു കഷ്ണവും വെജിറ്റബിൾ ഫ്രൈഡ് റൈസും കൂടിയിട്ട് കടയിൽ നിന്ന് മേടിക്കുന്ന മാതിരി ടേസ്റ്റിന് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.